2025 ആലുവ പെരിയാറിലെ നീന്തൽ പരിശീലനം സമാപിച്ചു. അതിൽ ഈ വർഷം 422 പേര് പുതിയതായിട്ട് ആലുവ പെരിയാർ ചെയ്തു. അതിന്റെ സമാപന ചടങ്ങ് നടക്കുന്നത് പുൽപ്പള്ളി ബീച്ചിൽ വെച്ചാണ് നമ്മൾ നടത്തിയത്. ഇതിൽ ആ നീന്തി കിടന്ന എല്ലാവർക്കും ട്രോഫി കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. വിശിഷ്ട അതിഥികളെല്ലാം വന്നു ഇവിടെ. ആഴിയും തിരയും കാറ്റും ആഴവും കോലിനങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ. നിൻമഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. പറവൂർ തഹസീൽദാർ ജെയിംസ് സാർ എടുത്തിട്ടുണ്ട്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് BRCയുടെ പേരിൽ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുക. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയോടുകൂടി സജി സാറിനെ സ്വാഗതം ചെയ്യുന്നു. 14,000-ൽ പരം ശിഷ്യന്മാരാണ് സജി സാറിൻ്റെ. നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ നീന്തൽ പഠിപ്പിക്കുന്ന ആരായിരിക്കും? നമ്മുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന സഹോദരൻ, ഒരു ജ്യേഷ്ഠ സഹോദരനായിരിക്കും. ആ നിലയ്ക്ക് എന്നെയും എൻ്റെ 2 മക്കളെയും നീന്തൽ പഠിപ്പിച്ചുള്ള സജി സാറ് എൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്. ദൈവത്തിന് എല്ലാവരെയും വന്ന് നീന്തൽ പഠിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം സജി സാറിനെ അയച്ചു. ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ആലുവയിൽ. ഇന്ന് ആലുവ അറിയപ്പെടുന്നത് വളാശ്ശേരി റിവേഴ്സിംഗ് ക്ലബിന്റെ പേരിലാണ്. സജി സാർ ഒരു വിസലടിച്ചാൽ, കുഞ്ഞു മക്കളെ എന്ന് വിളിച്ചാൽ എന്തിനു തയ്യാറായി നിൽക്കുന്ന ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സിനെ ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന, ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു നല്ല നേതാവാണ് സജി സാർ. എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിൽ 2 പേരുടെ ബർത്ത്ഡേ ഒരു ദിവസം വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ എൻ്റെ പെങ്ങള് ലില്ലി, ഇത് ഇളയ പെങ്ങള് സാലി, ഇത് സാലിയുടെ ഭർത്താവ് ജോണി, ഇത് ലില്ലിയുടെ ഭർത്താവ് ജോണി. എൻ്റെ അടുത്ത സുഹൃത്താണ് ഇത് ജോയി. ഇതാണ് അങ്കമാലി ചെയർപേഴ്സന്റെ ഭർത്താവ്. ഞങ്ങൾ കണ്ട ഒരു വ്യത്യസ്തമായ ഒരനുഭവം. ഇവരുടെ കൂട്ടുകാരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേക ക്ഷണമൊന്നും വേണ്ട. എല്ലാ കുടുംബാംഗങ്ങളും ക്ഷണിക്കാതെ തന്നെ വരുന്ന ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പക്ഷെ സജി അതല്ല. സജിയുടെ ഒരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടി തന്നത്. ഇനിയും ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഈ നീന്തലിന് പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു ദൈവതുല്യമായിട്ട് കൃത്യം 5:30 മണിക്ക് അദ്ദേഹം അവിടെ എത്തും. ഒരുപാട് പേർക്ക് നീന്തൽ പരിശീലിപ്പിക്കും. ഈ പ്രളയത്തിലും ഈ ഒഴുക്കിലും അദ്ദേഹത്തിന്റെ ഒരു ധൈര്യമാണ് നമ്മുടെ മക്കൾക്കുള്ള ഒരു പ്രചോദനം. പുൽപ്പള്ളി ബീച്ചിൽ വെച്ച് നടത്തുന്നത് എന്നെ സംബന്ധിച്ച് പുൽപ്പള്ളിക്കും അതുപോലെ പുൽപ്പള്ളി ബീച്ചിനും കിട്ടുന്ന വലിയ ഒരു ആദരവാണ് എന്നാണ് എനിക്ക് ഈ വേദിയിൽ ആദ്യമായിട്ട് പറയാനുള്ളത്.